നമ്മൾ നമ്മുടെ ലൈഫിൽ ഉപേക്ഷിച്ച അല്ലെങ്കിൽ നിർത്തിയ ഒരു ബാഡ് ഹാബിറ്റ്, നമ്മളുടെ തന്നെ ഒരു ശീലം, അത് നമ്മൾ ഉപേക്ഷിച്ചതാണ്. പക്ഷേ അതിലേക്ക് തിരിച്ചു പോകാനൊരു ടെൻഡൻസി നമുക്ക് വരികയാണ്. ഭയങ്കര ഒരു കമ്പൾഷൻ വരാണ്. വീണ്ടും വീണ്ടും അതിലേക്ക് പോകാനൊരു ടെൻഡൻസി വരുന്നുണ്ട്. നമുക്കത് ഉപേക്ഷിക്കണം. അതല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ ഒരു ബാഡ് ഹാബിറ്റിനെ നമുക്ക് ഉപേക്ഷിക്കണം. ഇതിന് നമ്മൾക്ക് തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ, വാട്ട് എവർ ഹാബിറ്റ്സ്, ഏത് ഹാബിറ്റാണ് അല്ലെങ്കിൽ എന്ത് ശീലമാണ് നമ്മൾ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൽ ആ ശീലം നമുക്കൊരു പ്ലഷർ തരുന്നുണ്ടാവും. അതിനെ റിലേറ്റ് ചെയ്തൊരു കുറച്ച് ചിന്തകൾ നമ്മൾക്കുണ്ടാവും. സോ ഒരു ബിഹേവിയറാണ്, ആ ബിഹേവിയറിനോട് അനുബന്ധിച്ചുള്ള ചിന്തകളുണ്ട്, അതിൽ നിന്നുള്ളൊരു ഫീലിംഗ് ഉണ്ട്. സോ ഈ ബിഹേവിയറിൻ്റെ തോട്ട്സ് ആൻഡ് ഫീലിങ്ങുമാണ് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. സോ നമ്മളുടെ ബോധത്തിൽ, നമ്മുടെ യഥാർത്ഥ ബോധത്തിലുള്ള മനസ്സിൽ നമ്മൾ ഈ തോട്ട്സിനെയും ഈ ഫീലിങ്ങിനെയും കൂടുതലായിട്ട് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ആ ഹാബിറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് തന്നെ തോട്ട്സ് ആണെങ്കിലും ബോധപൂർവം നമ്മളിലേക്ക് കൊണ്ടുവരാതിരിക്കണം. ആ ഫീലിങ്ങിനെ കൂടുതലെടുത്ത് ഫാൻറ്റസി ചെയ്യാതിരിക്കുക. ഇത് രണ്ടും ഒന്ന് ശ്രമിച്ച് നോക്കുക. ഇനി അങ്ങനത്തെ ഒരു ഇമ്പൾസ്, അങ്ങനത്തെ ഒരു തോട്ടിലോട്ട് പോകുവാണെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുക നമ്മുടെ മൈൻഡ്. ഐതർ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറുക, അതല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യത്തിലോട്ട്, ഒരു ആക്ടിവിറ്റിയിലോട്ട് പോകാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു 21 ഡേയ്സ് നമ്മളായിട്ട് തന്നെ നമുക്ക് വേണ്ടാത്തൊരു ശീലത്തിനെ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. എന്നിട്ടും അത് പറ്റുന്നില്ല, ഈ പഴയതിൽ ശക്തിയായിട്ട് നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഹെൽപ്പ് എടുക്കേണ്ടത് തന്നെയാണ്.